സ്നേഹിച്ചു എന്നതുകൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട്, അതിപ്പം ബിഗ് ബോസ് ഹൗസ് ആയാലും എതിരാളികളായാലും മത്സരിക്കാൻ വന്ന കണ്ടസ്റ്റൻസ് ആയാലും പരസ്പരം അവരോട് മത്സരിക്കുക തന്നെ വേണം എന്ന് കരുതിയിട്ട് ഒരു മുൻ വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന നൽകാതിരിക്കുകയോ ചെയ്യരുത് നമ്മൾ. അല്ലേ? മത്സരം അതിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മുടെ സ്നേഹം അതിൻ്റെ വഴിക്ക് പോട്ടെ. എന്ത് തന്നെ പറഞ്ഞാലും എത്രത്തോളം നമുക്ക് ശത്രുതയുണ്ടെങ്കിലും നമ്മൾ ആ വ്യക്തിയെ അല്പമെങ്കിലും മനുഷ്യനായിട്ടെങ്കിലും പരിഗണിക്കും. ഇവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ സിജോ ചേട്ടൻ അദ്ദേഹം വയ്യാതെ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ഒരു സർജറി കഴിഞ്ഞ് നിന്നിട്ട് പോലും ആ കണ്ടസ്റ്റൻസ്, ആ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ പോലും അദ്ദേഹത്തെ പറ്റി തിരക്കിയില്ല. തികച്ചും ദുഃഖകരമായിട്ടുള്ള സങ്കടം തോന്നുന്ന കാര്യമാണ്. എന്തിനാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടി? എന്തിനാണ്? ആ കണ്ടസ്റ്റൻസിന് അല്പമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക, അല്പമെങ്കിലും മാനസിക പരിഗണന കൊടുക്കുക നിങ്ങൾ. അതെനിക്ക് പറയുമ്പം തന്നെ അതിലിങ്ങനെ തോന്നുകയാണ്, എന്തിനാണ് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ട് മറന്നു? ചിലപ്പോൾ കണ്ടസ്റ്റൻസ് ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം, സിജോ എന്ന് പറയുന്ന വ്യക്തി കണ്ടസ്റ്റൻ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവരും ചിലപ്പം വിന്നർ ആവാൻ വരെ ചാൻസ് ഉള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് പുറത്തു പോയിട്ടുണ്ടാകാം. റോക്കി ചേട്ടനോടൊപ്പം തന്നെ സിജോ ചേട്ടനും പുറത്തു പോയിട്ടുണ്ടാകാം. അപ്പം ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ഒക്കെ എന്താണ്, സന്തോഷവാന്മാരാണ്. അങ്ങനെ ആയിരിക്കാം ചിലപ്പോഴവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയാലും സിജോ ചേട്ടൻ ഇന്ന് വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ആ മത്സരാർത്ഥികൾക്ക് നേരെയുള്ള, അവർക്കെതിരെയുള്ള ഒരു മറുപടി തന്നെയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ അടങ്ങുന്ന നമ്മൾ പ്രേക്ഷകർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്പമെങ്കിലും വളരെ കുറച്ചെങ്കിലും മാനുഷിക പരിഗണന നിങ്ങൾ കൊടുക്കുക. ഇത് ഞാൻ പറയുന്നത് ആ കണ്ടസ്റ്റൻസ് കേൾക്കൊന്നുമില്ല, അതെനിക്കും അറിയാം. എന്നിരുന്നാൽ കൂടിയും അവർക്ക് ഒരു ചിന്ത അങ്ങനെയെങ്കിലും വരട്ടെ. ഇനിയെങ്കിലും അവർ ഒരു മാനസിക പരിഗണനയോട് കൂടിയിട്ട് എല്ലാവരെയും കാണട്ടെ. ഒരു വ്യക്തിക്ക് എന്തായെന്ന് പോലും തിരക്കാത്ത ഇവരെന്താണ്? അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്ത് തന്നെയായാലും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു മത്സരാർത്ഥിയാണ്. ആ മത്സരാർത്ഥി പുറത്തു പോയാൽ എന്ത്, അകത്ത് വന്നാൽ എന്ത്, അവർക്ക് എന്ത്? പുറത്തു പോയാൽ എന്താ? നല്ലത്, സന്തോഷം, അല്ലേ? ചിലപ്പോഴങ്ങനെ ആയിരിക്കാം.